ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഇന്ന് ഒരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചായക്കടയിലെ ചില അലമാരകളിൽ ഇരിക്കുന്ന നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള ബോണ്ട അല്ലെങ്കിൽ ഉണ്ടം പൊരി എന്നറിയപ്പെടുന്ന പലഹാരമാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു പലഹാരമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മെൽറ്റായി വരണം ശർക്കര, അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമേ നമ്മൾ ഈ മാവിനകത്ത് ചേർക്കുന്നുള്ളൂ. ഈ ശർക്കര മെൽറ്റായി കിട്ടുന്ന അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ അഡീഷണൽ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിത് അരിച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് നുറുക്കിയ തേങ്ങാക്കൊത്താണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ വേണം. തേങ്ങാക്കൊത്ത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് ഇത് നല്ല ചുമക്കെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറിയ പഴം ഏതുമാകാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പാളയംതോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. അപ്പോൾ ഈ 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് നമ്മൾ ശർക്കര പാനിയാക്കി ആ ഒരു വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കണ്ടോ. ഇങ്ങനെ ഈ ഒരു ബാറ്ററാണ്. അധികം ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയുമല്ല. ഈ ഒരു രീതിയിൽ മാവുണ്ടെങ്കിൽ മാവിൻ്റെ അകം നന്നായിട്ട് വേവുകയും ചെയ്യും, നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ബോണ്ട നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ മാവിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഇരിക്കും. ഇനി നമുക്കിത് ഒരു 1.5 മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വയ്ക്കുക, റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടാണ് മാവ് എടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഉരുളകളാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ചെറിയ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സമയം 2 ബോണ്ട നമുക്കിതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യമേ ഇട്ട് കഴിയുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിടുക. അതിന് ശേഷം തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അകം ഇതിൻ്റെ വേവാനുണ്ട്, അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറം വന്നിട്ടുണ്ട്. അപ്പോൾ ബോണ്ടയ്ക്ക് നമുക്ക് കളർ ഇച്ചിരിയും കൂടെ നല്ല ഡാർക്ക് കളറായിരിക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കൂടി ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് ഇതേപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ഡാർക്ക് കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. ഇപ്പം നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ഒന്നുകൂടെ ഒന്ന് ഡാർക്കാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വറുത്ത് കോരാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി മാവും ഇതേപോലെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിക്കാം. പിന്നെ മാത്രമല്ല നമ്മളിത് 1 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.